പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് എലിമിനേഷൻ ചേംബറിലേക്ക് നടന്ന ക്വാളിഫയിങ് മത്സരങ്ങളെ സംബന്ധിച്ചാണ്. സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭിക്കുന്നത് കെവിൻ ഓവൻസ് വേഴ്സസ് ഡൊമിനിക് മെയ്സ്റ്റീരിയോ തമ്മിലുള്ള ക്വാളിഫയിങ് മത്സരത്തോട് കൂടിയിട്ടാണ്. ആർത്രൂത്തിൻ്റെ ഡിസ്ട്രാക്ഷൻ ഡൊമിനിക് മെയ്സ്റ്റീരിയോയുടെ പരാജയത്തിലേക്ക് നയിച്ചു എന്ന് നമുക്ക് പറയാം. കെവിൻ ഓവൻസ് ക്വാളിഫൈ നേടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് നടന്ന ഒരു മെൻസ് എലിമിനേഷൻ ചേംബറിലെ ക്വാളിഫൈ മത്സരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ലോഗൻ പോൾ വേഴ്സസ് ദി മിസ് തമ്മിലുള്ള മത്സരമായിരുന്നു. ആ ഒരു മത്സരത്തിൽ മിസ്സിനെ ചതിയിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലോഗൻ പോൾ വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ലോഗൻ പോളും കെവിൻ ഓവൻസും കൂടി ഈ ഒരു എലിമിനേഷൻ ചേംബറിലേക്ക് ക്വാളിഫൈ നേടുന്നതോടുകൂടി 6 മെൻസ് പാർട്ടിസിപ്പൻസും എലിമിനേഷൻ ചേംബറിലേക്ക് കൺഫേം ആയിട്ടുണ്ട്. കൂടാതെ അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് ഡൊമിനിക് മെയ്സ്റ്റീരിയോ, JD മക്ഡൊണ തുടങ്ങിയ ജഡ്ജ്മെൻറ്റ് ഡേയിലെ ടീം അംഗങ്ങൾ അവർ നിലവിലെ നമ്പർ 1 കണ്ടൻഡർ ടാഗ് ടീമായ ടൈലർ ബേറ്റ്, പീറ്റ് ഡൺ തുടങ്ങിയവർക്കെതിരെ ഒരു മത്സരം കളിക്കുമെന്നുള്ളതും കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വുമൻസിൻ്റെ നമ്പർ 1 കണ്ടൻഡറെ കണ്ടുപിടിക്കുന്ന എലിമിനേഷൻ ചേംബറിലെ ക്വാളിഫയിങ് മത്സരത്തിൽ ആദ്യത്തെ മത്സരത്തിൽ ടിഫിനി സ്ട്രാറ്റൻ സെലീന വെഗയെ പരാജയപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ലെഗഡോ ഡെൽ ഫെൻറ്റാസ്മയുടെ റിംഗ് സൈഡിന് പുറത്തുള്ള ഒരു ഡിസ്ട്രാക്ഷൻ തന്നെയാണ് സെലീന വെഗയുടെ പരാജയത്തിലേക്ക് നയിച്ചത്. അതുപോലെ തന്നെ നയോമി ആൽവ ഫെയറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ക്വാളിഫൈ നേടുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഇനി ഒരു സ്പോട്ട് വുമൻസിൻ്റെ ചേംബർ മത്സരത്തിലേക്ക് ബാക്കിയുണ്ട്. അത് മിക്കവാറും റോ എപ്പിസോഡിലൂടെ കൺഫേം ചെയ്യും. അതുപോലെ തന്നെ ഇന്നത്തെ സ്മാക്ഡൗണിൽ AOP എന്ന ടാഗ് ടീമിന് ഒരു ടാഗ് ടീം മത്സരം ഉണ്ടായിരുന്നു. അതൊരു സ്ക്വാഷ് മത്സരമായിരുന്നു. AOP വിജയിച്ചു. കൂടാതെ അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് സ്ട്രീറ്റ് പ്രോഫിറ്റ് വേഴ്സസ് AOP തമ്മിലുള്ള ഒരു ടാഗ് ടീം മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടാതെ അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റ് സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന ഒരു മത്സരം എന്നോണം LA നൈറ്റ് വേഴ്സസ് ഡ്രൂ മാക്കൻഡയർ തമ്മിലുള്ള സിംഗിൾസ് മത്സരവും കൺഫേം ചെയ്തിട്ടുണ്ട്. മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് NXTയുടെ നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ബ്രോൺ ബ്രേക്കറിനെ സ്മാക്ഡൗൺ ബ്രാൻഡ് ഒഫീഷ്യലായി സൈൻ ചെയ്തിട്ടുള്ള ഒരു സെഗ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിന് ശേഷം പിന്നീട് നിക് ഓൾഡിസ് വന്നിട്ട് പറയുന്നത് സ്മാക്ഡൗണിൻ്റെ ജനറൽ മാനേജർ ഹോട്ടസ്റ്റ് ഫ്രീ ഏജൻ്റായി നിൽക്കുന്ന ബ്രോൺ ബ്രേക്കറിനെ സ്മാക്ഡൗണിന് വേണ്ടി സൈൻ ചെയ്തു എന്നുള്ളതാണ്. കൂടാതെ അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിൽ ബ്രോൺ ബ്രേക്കറിൻ്റെ ഒരു ഡെബ്യൂ സ്മാക്ഡൗൺ മത്സരവും നടക്കുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലെ സ്റ്റോറി ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ റോമൻ റീൻസ് നേതൃത്വം കൊടുക്കുന്ന ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൽ ദി റോക്ക് ജോയിൻ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റോക്കി എന്താണ് ആ ഒരു സെഗ്മെൻറ്റിൽ പറഞ്ഞത് എന്നൊക്കെ രാവിലത്തെ മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചതാണ്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒരു പോയിന്റ് പറയാം. കോഡി റോഡ്സിൻ്റെ ആരാധകരെയും കളിയാക്കിക്കൊണ്ടുള്ള റോക്കിൻ്റെ ഒരു ഹീൽ സെഗ്മെൻറ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റോക്ക് പൂർണ്ണമായി ഒരു ഹീൽ റെസ്ലറായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ റോമൻ റീൻസിനെ ചതിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും റോക്കിൻ്റേതായി അവർ കാണിച്ചിട്ടുണ്ട്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് റോക്ക് ആ ഒരു ക്യാരക്ടറിനോട് അനുബന്ധിച്ച് പറഞ്ഞു പോകുന്നതാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ റോക്ക് കോഡി റോഡ്സിനുള്ള ഒരു വാണിംഗ് പോലെ പറയുന്നുണ്ട്, റസൽമേനിയയിൽ നീ തോൽക്കാൻ വേണ്ടി മാക്സിമം എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യുമെന്നുള്ളത്. അതിൽ ആ ഒരു വാക്കുകളൊക്കെ റോക്ക് പറയുന്ന സമയത്ത് അദ്ദേഹം ക്രൗഡിനെയും ക്യാമറയെയും നോക്കിയിട്ടാണ് പറയുന്നത്. എന്നാൽ നിന്നെ തോൽപ്പിക്കുമെന്ന് പറയുന്ന ആ ഒരു സമയത്ത് റോക്ക് കൈ ചൂണ്ടുന്നത് റോമൻ റീൻസിന് നേർക്കാണ്. എന്നാൽ റോമൻ റീൻസും ബ്ലഡ് ലൈനിലെ മറ്റ് അംഗങ്ങൾ, അതായത് പോൾ ഹേമൻ, ജിമ്മി, സോളോ തുടങ്ങിയവരൊക്കെ മറ്റു ഭാഗങ്ങളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും പ്രത്യേകിച്ച് അതിന് വലിയൊരു പ്രാധാന്യം കൊടുത്തില്ല. പക്ഷേ റോക്ക് ആ ഒരു സമയത്ത് കൃത്യമായി നിന്നെ തോൽപ്പിച്ചിരിക്കും എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കോഡിയെയാണെങ്കിലും റോക്ക് കൈ ചൂണ്ടുന്നത് റോമൻ റീൻസിന് നേർക്കാണ്. അപ്പോൾ അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, സ്മാക്ഡൗൺ എപ്പിസോഡ് അവസാനിക്കുന്നത് എല്ലാവരും അവരുടെ കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബ്ലഡ് ലൈൻ്റെ ആ ഒരു ഗസ്റ്ററോട് ആ ഒരു സൈൻ കോഡ് ഇട്ടാണ്. പക്ഷേ ആ ഒരു സമയത്ത് റോക്ക് കൈ പിടിച്ചിരിക്കുന്ന ആ ഒരു രീതി L എന്ന് പറയുന്ന ആ ഷേപ്പിലാണ്. എല്ലാവരും ഒരു കൈ ചൂണ്ടുവിരൽ ഇങ്ങനെ ഉയർത്തി നിൽക്കുന്ന ആ ഒരു സമയത്ത് റോക്ക് മാത്രം അദ്ദേഹത്തിൻ്റെ തള്ളവിരലും ചൂണ്ടുവിരലും ഉയർത്തി നിൽക്കുന്നു. അപ്പോൾ അതും ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൽ നിന്ന് വ്യത്യസ്തമാർന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെയും റോക്ക് ചതിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അവർ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ആ ഒരു സെഗ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പിന്നീട് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? റോക്ക് റോമൻ റീൻസിനെ റസൽമേനിയയിൽ ചതിക്കാനുള്ള സാധ്യതകൾ കൂടുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.